ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്കാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ക്രീമി നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുൽഫി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു വാനില സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കൊരു കുൽഫി മിക്സ് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവ് കത്തിച്ചിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവ് കത്തിച്ചിട്ട് ഇതിന് കുറച്ചൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ആ ഒരു ഭാഗം കട്ടായി പോയി കേട്ടോ. അപ്പോൾ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് ക്രീമി ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബദാം, കാഷ്യൂ നട്ട്സ്, അതുപോലെ പിസ്ത എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതേപോലെ പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു പാലിലേക്ക് അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്താഷ്യൂ എസൻസ് ചേർക്കുന്നുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ ബദാം എസൻസ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ കുറുക്കി അത്യാവശ്യം നല്ല കട്ടിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ കുൽഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നത് മിൽക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കാം. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ഈ ഒരു കേക്കിന് കുറച്ചും കൂടിയും ടേസ്റ്റ്. നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി കേക്ക് ബേസിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കണം, നമ്മുടെ ആ പാലിൻ്റെ മിക്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, അത് ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുൽഫി മിക്സ് നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ആ കുൽഫിയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലെയറും വെച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇത് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും, ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കതും ക്രീം വെച്ചിട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടിംഗ് ആയിട്ടില്ല, നമ്മളിത് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കേക്കിലും പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ കേക്ക് കിട്ടും. അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് സൈഡും കൂടി ഒന്ന് റെഡിയാക്കുക. എന്നിട്ട് നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ക്രീം കൊടുക്കുന്നത്. ഇനി സൈഡ് കൂടിയും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. നല്ല സ്റ്റിഫായിട്ട് ക്രീം കിട്ടിയാലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് സ്ക്രേപ്പർ വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ അതും കൂടി ഒന്ന് ലെവൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ ഇതാ ഒരു റോസ് കളർ ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ചെറിയ ഡോട്ട് പോലെ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം, സൈഡിലേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. അപ്പോൾ അതാ അതേപോലെ ചെറിയ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതേ ഡോട്ട്സിനെ ഇതേപോലെ തന്നെ നമുക്ക് മോൾ ഭാഗത്തും ഒന്ന് ഒരു ലൈൻ പോലെ ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഈ ഒരു കേക്കിന് കൊടുക്കുന്നത്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേക്കുമാണ്. അപ്പോൾ അതാ എല്ലായിടത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി റോസറ്റ് നമുക്ക്
ചെയ്യാം. അപ്പോൾ അതേ റോസ് കളർ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മോൾ ഭാഗത്ത് ചെറിയൊരു റാ ഷേപ്പിലാണ് ഞാൻ റോസറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ഫുള്ളായിട്ടൊരു റോസ് കളർ വരുന്നൊരു കേക്കാണ് തീം. ഇതൊക്കെ കണ്ടില്ലേ, ഒരു റാ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് കളർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടിഭാഗത്ത് പൈപ്പിംഗ് ബാഗ്, അതായത് നോസിലൊന്നും യൂസ് ചെയ്യാതെ വെറും പൈപ്പിംഗ് ബാഗിൽ റോസ് കളർ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, സ്പൂൺ വെച്ചിട്ടൊന്ന് മുകളിലേക്കാക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഒരു 3-4 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.